ലഹരി വിരുദ്ധ ദിനത്തിൽ ഗ്രീൻ വിഷൻ കേരളയും സന്നദ്ധ സംഘടനകളും ചേർന്ന് കോതമംഗലത്ത് സായാഹ്ന ധർണ നടത്തി. മദ്യവിരുദ്ധ സമിതി രൂപത പ്രസിഡന്റ് ജെയിംസ് കോറമ്പൽ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. നിരവധി പേർ പങ്കെടുത്തു. ലോക ലഹരി വിരുദ്ധ ദിനത്തിൽ ലഹരിക്കെതിരെ ഗ്രീൻ വിഷൻ കേരളയും സന്നദ്ധ സംഘടനകളും ജനകീയ സായാഹ്ന ധർണ നടത്തി. കോതമംഗലം സോഷ്യൽ സർവീസ് സൊസൈറ്റിയും KCBC മദ്യവിരുദ്ധ സമിതിയും ഗ്രീൻ വിഷൻ കേരളയും സംയുക്തമായി ചേർന്നാണ് ജനകീയ സായാഹ്ന ധർണ സംഘടിപ്പിച്ചത്. കോതമംഗലം ചെറിയ പള്ളിത്താഴത്ത് നടത്തിയ ധർണ മദ്യവിരുദ്ധ സമിതി രൂപത പ്രസിഡന്റ് ജെയിംസ് കോറമ്പൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ എക്സൈസ് കമ്മീഷണർമാർ, പോലീസ് കമ്മീഷണർമാരടക്കം ഭയത്തോടുകൂടി കേരളത്തിലെ ലഹരി മാഫിയയെ കാണുന്ന ഒരു കാലഘട്ടമാണിത്. നമുക്കറിയാം, 29 ബാറുകൾ മാത്രമായി അവശേഷിച്ച കേരളത്തിൽ ഇന്ന് 225 ബാറുകൾ പ്രവർത്തിക്കുന്നു. കേരളത്തിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെല്ലാം ലഹരി യഥേഷ്ടം ലഭിക്കുന്ന സാഹചര്യം കേരളത്തിൽ ഒരുക്കപ്പെടുകയാണ്. എവിടെ തിരിഞ്ഞങ്ങ് നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങളെന്നും മാത്രമെന്ന് കവികൾ പണ്ട് പാടിയെങ്കിൽ എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെല്ലാം ബാറുകളും ഷോപ്പുകളും ലഹരി മാഫിയയുടെ വിളയാട്ടം നമ്മൾ കാണുകയാണ്. പോലീസും എക്സൈസും ഒക്കെ നിഷ്ക്രിയത്വത്തോടെ നോക്കി നിൽക്കുന്ന ഭയാനകമായ കാഴ്ചയാണ് കേരളത്തിൽ കാണുന്നത്. കേരളത്തെ മദ്യപ്രളയത്തിൽ മുക്കിക്കൊല്ലുന്ന നയമാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഗ്രീൻ വിഷൻ കേരള റീജിയണൽ പ്രസിഡന്റ് മാത്യൂസ് നിരവത്ത് അധ്യക്ഷത വഹിച്ചു. ഗ്രീൻ വിഷൻ കേരള സംസ്ഥാന ട്രഷറർ ജിജി പുളിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. സജീവം പ്രോജക്ട് കോർഡിനേറ്റർ ജോൺസൺ കറുകപ്പിള്ളിൽ ആമുഖ സന്ദേശം നൽകി. ജോസഫ് ആന്റണി, ചന്ദ്രലേഖ ശശിധരൻ, ജോയി പടയാട്ടിൽ, KH സലീം, മാർട്ടിൻ കീഴേമാടൻ, ജോസ് കൈതമന, ജോണി കണ്ണാടൻ, പോൾ കൊളങ്ങാടൻ, ജിജു വടക്കേക്കുടി, ബിജു വെട്ടിക്കുഴ, ജോർജ് കുട്ടി ജോയ് എന്നിവർ സംസാരിച്ചു. പങ്കെടുത്തവർ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി. മയക്കുമരുന്ന്, മദ്യം, പുകയില, പാൻ മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മീഡിയ 60 കോതമംഗലം.